വെൽക്കം ടു ലിസബത്ത് സോൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഗ്രാൻഡ്മയുടെ ഒരു റെസിപ്പിയാണ്. ഡേറ്റ്സ് പുളിങ്കറി അല്ലെങ്കിൽ ഡേറ്റ്സ് അച്ചാർ എന്നൊക്കെ പറയാം. ഇത് നമുക്ക് ചോറിനും ബിരിയാണിക്കുമൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് നമ്മൾ അച്ചാർ കൂട്ടുന്ന പോലെ കൂട്ടുന്ന ഒരു കറിയാണ് കേട്ടോ. ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് വറ്റൽമുളക് വേണം, ആ ഉണ്ടമുളകാണ് എടുത്തിരിക്കുന്നത്, ഒരു 5-8 എണ്ണം. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 200 ഗ്രാം ഡേറ്റ്സ്, ഇത് കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ 150 ഗ്രാം പുളി, അതും വെള്ളത്തിയിട്ട് കൂത്ത് അരിച്ചു വെച്ചതാണ്. പിന്നെ വേണ്ടത് ഒരു 175 ഗ്രാം ശർക്കര വേണം, അത് ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ 3-4 പച്ചമുളക്, 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. പാകത്തിന് ഉപ്പ് വേണം. പിന്നെ ചില പുളിക്കൊക്കെ ഉപ്പും കൂടെ ഉള്ള പുളിയായിരിക്കും, അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ ഇതിന് വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ചധികം എണ്ണ വേണ്ടി വരും. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വരുമ്പം അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുക്കാം. അതിട്ട് ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇടാം. ഒരു 5-8 വറ്റൽമുളക് മതിയാവും. വറ്റൽമുളക് ഇട്ട് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന കായപ്പൊടി, അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മറ്റേ എരിവുള്ള പൊടി വേണേലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം. മുളക് പൊടിയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം, അത്രയൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുത്ത് അതും കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒത്തിരി ഉപ്പ് ഇടണ്ട, ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ബാക്കി ഉപ്പ് ചേർക്കാം. കാരണം മധുരവും പുളിപ്പും ഒക്കെ വരുന്നതല്ലേ, അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് നമുക്ക് ലാസ്റ്റേ അറിയാൻ പറ്റൂ. ഡേറ്റ്സ് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒന്നിച്ച് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിക്കണ്ട, ആദ്യം കുറച്ച് ഒഴിക്കാം, പിന്നെ നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. എപ്പോഴും തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ വെള്ളം ഒഴിച്ച് ഒരുവിധം തിളച്ച് കഴിയുമ്പോൾ നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പാനി ഒഴിക്കാം. പാനിയുടെ ഒരു 1/4 ഭാഗം മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കാം, പിന്നെ നോക്കിയിട്ട് ബാക്കി ഒഴിച്ചാൽ മതി. കാരണം മധുരത്തിൻ്റെയൊക്കെ അളവ് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു പാകത്തിന് വേണം മധുരം ചേർക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളത്തിനകത്ത് കിടന്ന് നല്ലതുപോലെ തിളച്ച് വെന്ത് വെള്ളം പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. അതാണ് അതിൻ്റെ ഒരു പാകം. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ പാകത്തിന് ഉപ്പും പുളിയും മധുരവും എല്ലാം നോക്കണം, അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിന് പാകത്തിന് ഉപ്പും പുളിയും മധുരവും എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഞാൻ എടുത്തു വെച്ചിരുന്ന ശർക്കരപ്പാനി മുഴുവനും ഇതിൽ ചേർത്തായിരുന്നു. പുളിങ്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുകയും വേണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.